ഹേ ഗായ്സ്, നിങ്ങൾ അറിഞ്ഞു ഈ ഒരു പുതുവർഷത്തിൽ ബജാജ് അവരുടെ 3 ബൈക്കുകളെ ഇന്ത്യൻ മാർക്കറ്റിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ഇതിൽ വലിയ പുതുമയൊന്നും തോന്നേണ്ട കാര്യമില്ല. ബജാജ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഏതെങ്കിലും പുതിയ ബൈക്ക് വരാനിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ബൈക്കിൻ്റെ സെയിൽ കൂട്ടാൻ വേണ്ടിയോ കുടുംബത്തിലുള്ള അംഗങ്ങളെ അടിച്ച് പുറത്താക്കുന്ന ബജാജിൻ്റെ ഒരു ശീലമാണ്. അതിൽ ആദ്യമായിട്ട് അടിച്ച് പുറത്താക്കിയിരിക്കുന്നത് പൾസർ F250 ആണ്. ആ ബൈക്കിനെ അടിച്ച് പുറത്താക്കിയതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നും തോന്നാനില്ല, കാരണം അതിന് പ്രത്യേകിച്ച് സെയിലും കാര്യങ്ങളൊന്നുമില്ല. RS200 വരവ് അറിയിച്ചിരിക്കുകയാണ്. RS200 വല്ലാത്തൊരു ഫാൻ ബേസ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ അത്രയും ഫേഡായിട്ടുള്ള ഒരു വണ്ടി വരുമ്പോൾ F250 ഇരുന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓൾറെഡി അത് ഒരു മൂലയ്ക്ക് തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ അടുത്തായിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് CT110X ആണ്. അതെന്തിനാണ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന വലിയ ഐഡിയ ഒന്നുമില്ല. അത്യാവശ്യം സെയിലുള്ള വണ്ടിയായിരുന്നു, പക്ഷേ അതുപോലെ തന്നെ കംപ്ലൈൻറ്റും കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബജാജ് ഫ്രീഡം 125ൻ്റെ സെയിലിന് കുറച്ചുകൂടെ മുൻഗണന കൊടുക്കാൻ വേണ്ടിയായിരിക്കും CT110Xനെ പിൻവലിച്ചത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് പിൻവലിച്ചിരിക്കുന്നത് ബജാജ് പ്ലാറ്റിന 110 ABS ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ 110 ABS ബൈക്ക് എന്നുള്ള കൊട്ടി ഘോഷമൊക്കെ ആയിട്ടാണ് വന്നത്. അതിനെയും പിൻവലിച്ച് ഇറങ്ങിയിട്ട് കുറച്ച് കാലങ്ങളെ ആകുന്നുള്ളൂ ABS വേർഷൻ. പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള പൾസർ N125ൻ്റെ സെയിലിനെ കൂട്ടാൻ വേണ്ടി ആയിരിക്കും മേ ബി പ്ലാറ്റിന 110 ABSനെ ബജാജ് കൊന്നു കളഞ്ഞത്. എന്താണെങ്കിലും 3 വണ്ടികളെ ബജാജ് ഈ പുതുവർഷത്തിൽ തന്നെ അടിച്ച് പുറത്താക്കിയിരിക്കുകയാണ് ഗൈസ്.